സഭാ തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരാൻ ഇനിയിപ്പോൾ 10 ദിവസമേ ഉള്ളൂ കേട്ടോ. അപ്പം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയാകും ഇന്നും. ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക ചർച്ച കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ നടന്നിരുന്നു. മുഖ്യമന്ത്രി ഇന്നത്തെ യോഗത്തിനും ഇല്ല. അർജുൻ രാജ് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിലും ഈ ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലൊക്കെ വിലയിരുത്തലുണ്ടായി. മൂന്നാമതും ഇടതുമുന്നണി സർക്കാർ തന്നെ വരുമെന്ന വിലയിരുത്തലായിരുന്നു കഴിഞ്ഞ സെക്രട്ടേറിയറ്റിലും. ഇന്നും ചേരുന്നുണ്ട്. എന്തൊക്കെയാകും ഈ അജണ്ടകൾ എന്തൊക്കെയാവും? സേതു, 10 ദിവസം കൂടി മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയായിരിക്കും പ്രധാനപ്പെട്ട അജണ്ട. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ തവണ ചില കമ്മിറ്റികളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നില്ല. അത് സംബന്ധിച്ചുള്ളൊരു പരിശോധന ഇന്ന് ഉണ്ടാകും. ആ റിപ്പോർട്ടുകൾ കൂടി ലഭിച്ച ശേഷമുള്ള വിശദമായിട്ടുള്ള പരിശോധനയായിരിക്കും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 12-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് ചേർന്നത്. പ്രാഥമികമായി CPM വീണ്ടും അധികാരത്തിൽ എത്തും എന്ന് തന്നെയാണ് സെക്രട്ടേറിയറ്റ്, LDF വീണ്ടും അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. 90-ന് മുകളിൽ സീറ്റ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് സെക്രട്ടേറിയറ്റിൽ പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത്. അതേസമയത്ത് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും ആ 90 സീറ്റ് എന്നുള്ള അത്രയും വലിയ ഒരു മികച്ച വിജയം എന്നുള്ള പ്രതീക്ഷ, ആ രീതിയിൽ ആത്മവിശ്വാസം ഇടതുപക്ഷത്തിന് ഇല്ല എന്ന് പറയേണ്ടി വരും. എങ്കിൽ കൂടിയും എന്തായാലും ജയിക്കും എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് പാർട്ടി ഉള്ളത്. അതേസമയത്ത് കഴിഞ്ഞ വട്ടം ലഭിച്ച 99 സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ ഏതൊക്കെ സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യത്തിലുള്ള പരിശോധനകളിലേക്ക് ഇന്ന് കടക്കാനുള്ള സാധ്യതയുണ്ട്. സിറ്റിംഗ് സീറ്റുകളിൽ ഏതൊക്കെ നഷ്ടമാകും എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള ധാരണ CPM-ൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. എങ്കിൽ കൂടിയും ഇത്തവണയും ജയിച്ചു കയറാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കണക്കുകളും കമ്മിറ്റികൾ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളും ആ തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആത്മവിശ്വാസം ഇല്ലായ്മ CPM-ന് ഇല്ല. ഭരണം തുടരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അത് എത്രത്തോളം പോകും എന്നുള്ള ഒരു അന്തിമ കണക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി അർജുൻ, ശരി.